ഹലോ, വെൽക്കം ബാക്ക് ടു madlychum. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്നൊരു സെലിബ്രേഷൻ വീഡിയോ ആയിട്ട് കാരം വരികയെന്ന്. അങ്ങനെ അസുമോൻ്റെ 3ാമത്തെ വയസ്സാട്ടോ അത്. അതിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ടാണ് നമ്മളിന്ന് വന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് സൺഡേ ആണ് കേട്ടോ, ദീപാവലിൻ്റെ അന്നാണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് ഉച്ചക്കാണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം സാധനങ്ങളൊക്കെ അപ്പം കൊണ്ടുവന്ന് അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ബീഫ് ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബീഫും കാര്യങ്ങളൊക്കെ ഉമ്മച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈഡിൽ മസാല ആക്കിയിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ സെലും മോൻക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മൂത്തച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ സേമിയ ഉണ്ട് കേട്ടോ പായസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ചെറുതാക്കിയിട്ട് പൊട്ടിച്ച് വെക്കാണ്ട്. അപ്പോൾ അതിൻ്റെ പണിയൊന്ന് നോക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അത് തുടങ്ങുകയാണ്. അങ്ങനെ സേമിയ മൊത്തം നന്നായിട്ട് പൊടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉമ്മച്ചിക്ക്. കുക്കിങ്ങും ഫുള്ള് ഉമ്മച്ചിയാണ് കേട്ടോ. അങ്ങനെ പച്ചക്കറിയൊക്കെ നമുക്ക് മുറിക്കാണ്ട് കേട്ടോ. സവോള, തക്കാളി, പിന്നെന്താ പച്ചമുളക് ഇതൊക്കെ അരിയാണ്ട്. പിന്നെ ബീഫ് ഉമ്മച്ച് കഴുകി വെച്ചിട്ട് അതിൽ മസാല ആക്കിയിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഒരു സൈഡിൽ വേവിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഉമ്മച്ച് പായസത്തിന് വേണ്ടിയിട്ടുള്ള പാല് കാച്ചി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത്. പാൽ ആദ്യം കാച്ചി വെക്കാൻ വിചാരിച്ചിട്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉമ്മച്ച് നേരെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഒന്ന് അരച്ച് വെക്കുന്നുണ്ട്. അതേപോലെ തക്കാളിയും എന്താ പറയുക ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എത്രയാണെന്നൊന്നും എനിക്കറിയില്ല, ക്വാണ്ടിറ്റി ഒക്കെ ഉമ്മച്ചക്ക് തന്നെ അറിയുള്ളൂ കേട്ടോ. അങ്ങനെ ബീഫ് 2 സൈഡിലായിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഗ്യാസിലും ഒന്ന് അടുപ്പിലും വെച്ചിട്ട് അങ്ങനെ വേവിക്കുന്നുണ്ട്. അങ്ങനെ വെന്തത് വേറൊരു ചെമ്പിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ വെച്ച് തുടങ്ങിയിരിക്കണം കേട്ടോ. ഏകദേശം പായസം വെച്ച് കഴിയാനായി. അവസാനം മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇടാൻ വേണ്ടി നിൽക്കുക കേട്ടോ. പായസം വെച്ച് കഴിയാനായപ്പോഴാട്ടോ വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഉമ്മച്ചിനെ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചങ്ങാണ്ട് വേഗം ഫോൺ എടുക്കാൻ ഓടിയതാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിൻ്റെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതിലേക്ക് ഏലക്കപ്പൊടി ഇടാൻ വേണ്ടിയിട്ടും അതേപോലെ മുന്തിരിയും കാഷ്നട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്നെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ ഉമ്മച്ചി. അങ്ങനെ പായസം ഏകദേശം സെറ്റായി കഴിഞ്ഞ് ക്ലൈമാക്സ് ആയിട്ടോ. അങ്ങനെ പായസം ഇറക്കി വെച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മച്ചി ബിരിയാണിക്ക് വേണ്ടിയിട്ട് മസാല വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വാട്ടാൻ തുടങ്ങി കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും മക്കളൊക്കെ ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ബോയ് ആണത്. അവൻ എണീറ്റപ്പോൾ ഫസ്റ്റ് ഗ്ലാസ് പായസം തന്നെ അവനക്ക് കൊടുത്തിട്ടോ. അപ്പം അവനിങ്ങനെ ഒറ്റയ്ക്ക് കുടിക്കുന്ന ഒരു വീഡിയോ ഞാനിങ്ങനെ എടുത്തതാണ്. കാലൊക്കെ നീട്ടി വെച്ചിരുന്ന് നല്ല വൃത്തിയായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ ആള്. മോൻ്റെ അടുത്ത് കുറേ നേരമായി ഞാൻ ക്യാമറയ്ക്കൊക്കെ ചിരിക്കാൻ പറയുന്നു കേട്ടോ. ആൾ ചിരി മാത്രമല്ല. ഈ ഒരു ടൈമിൽ ഞാൻ മോൻക്കും കുറച്ച് പായസം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ നല്ല ടേസ്റ്റി ആയിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട്. ഇഷ്ടമായതാണ് കേട്ടോ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഒരു കളി കളിക്കാവനെ. അങ്ങനെ ഒരു 6:30 7 മണിയൊക്കെ ആവാനായപ്പോഴത്തേക്കും ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടോ. മക്കളും എല്ലാവരും കൂടിയിട്ട് എല്ലാവരും നല്ല എനർജി ആയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. കളിക്കല്ല, എന്താ പറയുക, ബലൂണിൽ കാറ്റ് നിറക്കുന്നുണ്ട്, അതേപോലെ അത് വെച്ച് കളിക്കുന്നുണ്ട്, പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പരിപാടി നല്ല ജോറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചാണ് കേട്ടോ. മക്കളൊക്കെ നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ബലൂൺ വെച്ചിട്ട്. അങ്ങനെ എല്ലാവരും നല്ല തിരക്കിട്ട പണിയിലാണ്. എവിടെ സെറ്റ് ചെയ്യും എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ പായസം കുടിക്കുന്നത്. സത്യം പറഞ്ഞാൽ പായസം കുടിക്കുന്ന കാര്യം ഞാൻ മറന്നു പോയിക്കണം കേട്ടോ. അപ്പോൾ മോൻ ഈ ഒരു സമയമായപ്പോഴാണ് ഉറങ്ങിയത് കേട്ടോ. അങ്ങനെ പുറത്ത് സൗണ്ട് കേട്ടിട്ട് വന്ന് നോക്കിയപ്പോഴേ സെലും മക്കളൊക്കെ പാടെ പടക്കം പൊട്ടിക്കുകയാണ്. ദീപാവലി അല്ലേ, അപ്പോൾ അതിൻ്റെ ഒക്കെ മക്കളുമായിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നു കേട്ടോ. അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ. മക്കളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നേരം പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നല്ല രസമാട്ടോ, എല്ലാവരും കൂടിയായിട്ട് പടക്കം പൊട്ടിക്കണ കാണാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തുള്ള വീട്ടിലിങ്ങനെ പോയി നോക്കിയപ്പോൾ ദീപാവലി ആയിട്ട് കുറേ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിരിക്കണം കേട്ടോ അവർ. കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ.
അങ്ങനെ ഞാനിതാ പുറത്തുനിന്ന് നേരെ അകത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഏകദേശം ഡെക്കറേഷനൊക്കെ ചെറിയ രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇതാ അവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മച്ചി ഉപ്പച്ചിയാണിത്. ഓനെ പിടിച്ചുകൊണ്ട് ഫോട്ടോഷൂട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനതാ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അതാ കേക്കൊക്കെ വന്ന് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ ചെക്കന്മാരൊക്കെ എത്തി. കാക്കുവിൻ്റെയും സെലുവിൻ്റെയും ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ഫാമിലിയൊക്കെ എല്ലാവരും എത്തിട്ടോ. അങ്ങനെ അതാ കേക്ക് മുറിക്കാനുള്ള ടൈം ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാവരും എത്തിട്ടോ. അങ്ങനെ അതാ എല്ലാവരും റെഡിയായി നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടി തുടങ്ങുകയാണ്. എല്ലാവരും വീഡിയോയും ഫോണൊക്കെ ആയിട്ട് മുമ്പ് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ മോനും വോയിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബലൂൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ അടുത്ത വശം ഉണ്ടാക്കണത് കേട്ടോ. അങ്ങനെ അതാ എല്ലാവരും പാട്ടൊക്കെ പാടി കേക്ക് കട്ടിങ് ഒക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. അടുത്തായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ ഗിഫ്റ്റ് വന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ മോൻക്ക്. അപ്പോൾ അവനക്ക് അതെന്താണെന്ന് അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് വെക്കുകയാണ്. പിന്നെ അതാ അവനക്കൊരു നല്ല വലിയൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. കാരണം അവൻ്റെ ഉപ്പപ്പാൻ്റെയും ഉമ്മമാൻ്റെയും വകയായിട്ട് അവനക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ അൺബോക്സ് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണിത്. ഞങ്ങളിതൊരു ബെഡ്ഷീറ്റ് വെച്ച് മൂടിയിട്ടാട്ടോ കൊണ്ടുവരുന്നത്. പെട്ടെന്ന് തന്നെ അവൻ കാണണ്ടാന്ന് വെച്ചിട്ട്. അങ്ങനെ അതാ അവനെ മുമ്പ് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കിയായിരുന്നു കേട്ടോ. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് കാണുമ്പോൾ തന്നെ അവൻ നല്ല സന്തോഷത്തോടെ തുള്ളി ചാടുന്നൊക്കെയാണ് കേട്ടോ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അവൻ നേരെ വണ്ടി എടുത്ത് സ്റ്റാർട്ടാക്കി ബൈക്ക് ഓൺ ചെയ്തിട്ട് അവൻ നേരെ വിട്ടിട്ടോ. അവൻ കുറേ കാലമായിട്ട് ബൈക്ക് എന്ന് പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ. ആരെ വണ്ടി കണ്ടു കഴിഞ്ഞാലും അപ്പം ചാവി എടുക്കുക, അതിൽ ഓൺ ചെയ്യുക, അങ്ങനെ സ്റ്റാർട്ടാക്കി നടക്കുകയാണ് അവൻ്റെ മെയിൻ പണി. പിന്നെ അതാ ബൈക്ക് പിന്നെ അവനക്ക് കൊടുക്കാൻ പറ്റിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. അവനക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ സെയിലും അതാ അതിൻ്റെ ഓണും ഓഫും കാര്യങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അസു പിന്നെ അതാ വണ്ടി കിട്ടിയതിൻ്റെ ശേഷം പിന്നെ നിലത്ത് ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഫുൾ ആൾ അതിൽ തന്നെയായിരുന്നു. ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അതാ മക്കൾക്കൊക്കെ ആദ്യം കൊടുക്കാൻ വിചാരിച്ചിട്ട് ഈ ഒരു സൈഡിൽ മക്കൾ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിലത്ത് പായ വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ മക്കൾ. പിന്നെ അതാ സെലോൻ്റെയും കാക്കുവിൻ്റെയൊക്കെ ഫ്രണ്ട്സ് ഇതാ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കുറച്ച് ആൾക്കാർ ഇരുന്നിട്ടുള്ളൂ കേട്ടോ. ഇനി ഇവർ കഴിഞ്ഞിട്ട് വേണം അടുത്ത ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ അവർ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ഫുഡിൻ്റെ വീഡിയോ എടുത്തില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ നേരെ അടുക്കളയിൽ പോയിട്ട് ബിരിയാണീൻ്റെ ചെമ്പ് തുറക്കുന്ന ഒരു വീഡിയോ അങ്ങനെ എടുത്തതാണ്. ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ അതാ അവരിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുക തന്നെയാണ്. അങ്ങനെ അതാ അവർ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ അടുത്ത ആൾക്കാർ ഇരുന്നിക്കണം കേട്ടോ. ഈ ഒരു ടൈമിൽ ഇതാ മക്കളൊക്കെ അതാ ബലൂൺ വെച്ചിട്ടും എല്ലാവരും പുറത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ബലൂൺ വെച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കാൻ ഞാനിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് ബിരിയാണിയും അച്ചാറും ഇതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുകയാണ്. ഞങ്ങൾ പിന്നെ അസുമോൻക്ക് ഇതാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇത് ക്രിക്കറ്റിൻ്റെ ഒരു സെറ്റാണത്. അതിൽ സ്റ്റമ്പ്, ബാറ്റ്, ബോള് ഇതൊക്കെ തന്നെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. എനിക്ക് പിന്നെ ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഊഹം വെച്ചിട്ട് പറയാം കേട്ടോ. ഇതൊക്കെ ഇതാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഇതാ ഒരു കളറിങ്ങിൻ്റെ ഒരു ഫുൾ സെറ്റ്, ഒരു 4 ടൈപ്പ് കളേഴ്സും, പിന്നെ അതിൽ സ്കെയില്, പെൻസില്, എറേസർ, ഷാർപ്പ്നർ, പിന്നെ ഒരു കളറിങ് ബുക്കുണ്ട് കേട്ടോ. ഒരു ഡ്രോയിങ് ബുക്കാണ്. അങ്ങനെ ഫുൾ സെറ്റായിട്ട് വരുന്ന ഒരു ഇതാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ അതാ ഒരു സൈഡിൽ ഗിഫ്റ്റ് ഇങ്ങനെ അൺബോക്സ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ എല്ലാ ഗിഫ്റ്റും ഒന്നും ഓപ്പൺ ചെയ്ത വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പകുതി മിസ്സായിക്കണേ, പകുതി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അതൊന്നും ആഡ് ചെയ്തില്ല. അപ്പോൾ അതാ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ അതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പോയി. കുറേ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതാ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഞങ്ങളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.